ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മാർച്ച് 4 ഒരു പ്രധാനപ്പെട്ട ഇവന്റ് നടന്ന ദിവസമാണ്. അതായത് ട്രംപിന്റെ താരിഫ് അദ്ദേഹം കാനഡയ്ക്കും അതുപോലെ മെക്സിക്കോക്കും എതിരെ പ്രഖ്യാപിച്ച 25% താരിഫും അതുപോലെ ചൈനയ്ക്കെതിരെ പ്രഖ്യാപിച്ച 10% താരിഫും ഇംപ്ലിമെന്റ് ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്നോണം US മാർക്കറ്റിൽ വമ്പിച്ച ക്രാഷ് ഉണ്ടായി. അതേപോലെ യൂറോപ്യൻ മാർക്കറ്റിലും ഏഷ്യൻ മാർക്കറ്റിലും ഒക്കെ അതിൻ്റെ ഒരു അലയൊലികൾ നമുക്ക് കാണാൻ പറ്റി. ഇവൻ ഇന്ത്യയിൽ തന്നെ ഇന്ന് നിഫ്റ്റി അതിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഉണ്ടായത്. ഒരു ഘട്ടത്തിൽ നിഫ്റ്റി 21,964 എന്നുള്ള ആ ഒരു 22,000 എന്ന ലെവലിൻ്റെ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് ഒടുവിൽ ഇപ്പോൾ 22,000 മുകളിൽ ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. അതൊരു ആശ്വാസകരമായ കാര്യമാണ്. അതായത് ഗ്ലോബൽ ക്യൂസ് വളരെ മോശമായിട്ട് കൂടി ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഫ്ലാറ്റ് ക്ലോസിംഗ് ആണെങ്കിലും. പിന്നെ നമ്മൾ ബ്രോഡ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അപ്സൈഡ് ആയിട്ടുള്ളത് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെഗ്മെൻറ്റിലാണ്. അവിടെയൊക്കെ നല്ല ബൈങ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇതൊരു ബോട്ടം ഫോം ചെയ്തു എന്ന രീതിയിൽ ആളുകൾ ബൈങ് നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ മാർക്കറ്റ് ബോട്ടം എവിടെയാണ് എന്നത് നമുക്ക് ആർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അങ്ങനെ പ്രവചിക്കാൻ ഒരാൾക്ക് കഴിയുമായിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബില്യണർ പ്രവചിക്കുന്ന ആളായിരിക്കും. എന്നാൽ പാസ്റ്റ് ഹിസ്റ്ററി വെച്ച് നമുക്ക് നിഫ്റ്റിയുടെ ലെവലുകൾ അടയാളപ്പെടുത്താം. ഇപ്പോൾ ഉദാഹരണത്തിന് മാർക്കറ്റ് കുറേ കാലം സൈഡ് വൈസ് ആയിട്ട് പോയിട്ട് പിന്നീട് ഒരു അപ്സൈഡിലേക്കോ അതല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്കോ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് അത് താഴോട്ടേക്കാണ് പോവുക, അതല്ലെങ്കിൽ അവിടെ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്ത് മുകളിലോട്ടാണ് പോവുക, ഇതൊന്നും നമുക്ക് ഒരു ഉറപ്പും പറയാൻ കഴിയാത്ത കാര്യമാണ്. ഇപ്പോൾ നിഫ്റ്റി ഇപ്പോഴും ബെയർ മാർക്കറ്റ് ടെറിട്ടറിയിൽ പ്രവേശിച്ചിട്ടില്ല. ഹൈയിൽ നിന്നും 20% താഴെ വന്നാലാണ് നമുക്ക് ബെയർ മാർക്കറ്റ് ആയി എന്ന് പറയാൻ ഒഫീഷ്യലായിട്ട് കഴിയുള്ളൂ. അപ്പോൾ നിഫ്റ്റി 21,000 എന്ന ലെവലിൽ എത്തുമ്പോഴായിരിക്കും അത്തരം ഒരു ബെയർ മാർക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ സുപ്രസിദ്ധ ഇന്ത്യൻ ബിസിനസ്മാനും അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്ററുമായിട്ടുള്ള അതുപോലെ മോട്ടിലാൽ ഒസ്വാൾ ഗ്രൂപ്പിൻ്റെ ചെയർമാനുമായിട്ടുള്ള രാംദേവ് അഗർവാൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് മാർക്കറ്റ് അതിൻ്റെ ബോട്ടത്തിലേക്ക് അടുത്ത് വരികയാണ്, പക്ഷെ ഇത് വളരെ സ്ലോ ആയിട്ടുള്ള വളരെ ഗ്രാജ്വൽ ആയിട്ടുള്ള ഒരു ഫോളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള ഒരു റിക്കവറിയും വളരെ ഗ്രാജ്വലായിട്ടും വളരെ സ്ലോ ആയിട്ടും ആയിരിക്കും എന്നാണ്. അതായത് കോവിഡ് ക്രാഷിൻ്റെ കാലഘട്ടത്തിൽ നടന്നതുപോലെയുള്ള ആ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റിക്കവറി അസാധ്യമാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴും മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് വലിയ ഓപ്റ്റിമിസം വെച്ച് പുലർത്തുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റ് ഏത് സമയം തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഈ മാർക്കറ്റിനെ ഫോൾ ചെയ്യാൻ അനുവദിക്കാതെ ഇപ്പോഴും ബൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് കാണാൻ പറ്റും 8,790 കോടിയുടെ ഒരു ബൈങ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് നടത്തിയത് കാണാം. അതേപോലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് 4,700 കോടിയുടെ ഒരു സെല്ലിങ്ങും നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും മാർക്കറ്റ് അപ്സൈഡേക്ക് പോയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും സെൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് മാർക്കറ്റ് ബോട്ടം ആകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. കാരണം മാർക്കറ്റിൽ ലോങ് ടേം വ്യൂ ഇല്ലാത്ത ഷോർട്ട് ടേം വ്യൂ മാത്രം വെച്ച് പുലർത്തിക്കൊണ്ട് ആ ഒരു മൊമെൻറ്റം ക്യാച്ച് ചെയ്ത് പണം ഉണ്ടാക്കാൻ വന്ന ഇൻവെസ്റ്റേഴ്സ് സ്വാഭാവികമായിട്ടും അവർ മാർക്കറ്റിനോട് വിട പറയാൻ തുടങ്ങുമ്പോഴാണ് അതിൻ്റെ മാർക്കറ്റ് ബോട്ടം ഫോം ചെയ്യുക. കാരണം നിലവിലുള്ള അവരുടെ നഷ്ടത്തിലുള്ള പോർട്ട്ഫോളിയോകളൊക്കെ വിറ്റ് കാലിയാക്കുന്ന അത്തരം ഒരു മൈൻഡ് സെറ്റുള്ള തീരക്ഷമയില്ലാത്ത അത്തരം ആളുകൾ അതിൻ്റെ അവസാനത്തെ ആളുകളും മാർക്കറ്റിൽ നിന്ന് വിട പറയുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ബോട്ടം നമുക്ക് കാണാൻ കഴിയുക. കറണ്ട് ലെവലിൽ നിന്നും മാർക്കറ്റ് ഒരു തിരിച്ചുവരവ് നടക്കണമെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നന്നായിട്ട് മാർക്കറ്റിലേക്ക് ബൈങ് നടത്തണം. അപ്പോൾ അതിന് അവരെ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ സംഭവ വികാസങ്ങൾ നമ്മളെ എക്കണോമിയിൽ ഉണ്ടാകണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. സമീർ അറോറ എന്ന് പറയുന്ന ഇന്ത്യൻ അമേരിക്കൻ ബിസിനസ്മാൻ, അദ്ദേഹം ഹാലിയോസ് ക്യാപിറ്റലിൻ്റെ ഒരു മെയിൻ ഫൗണ്ടറും കറൻ്റ്ലി അതിൻ്റെ ഫണ്ട് മാനേജറുമാണ്. സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണത്. അപ്പോൾ അതിൻ്റെ ഒരു ഫണ്ട് മാനേജറായിട്ടുള്ള അദ്ദേഹം പറയുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഏർപ്പെടുത്തിയത് അത് 100% തെറ്റായ ഒരു കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ലോകത്തിലെ 200-ലധികം രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 199 രാജ്യങ്ങളും ഈ ഒരു കാര്യം ചെയ്യുന്നില്ല. അവർ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഇന്ത്യൻ റുപ്പീസിൽ ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ടാക്സ് പേ ചെയ്ത് അത് ഡോളറിൽ കൺവേർട്ട് ചെയ്ത് അവരുടെ നേറ്റീവ് രാജ്യത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ കറൻസി ഫ്ലക്ച്വേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഭീമമായ നഷ്ടം ഒരു ഭാഗത്തും, അതുപോലെ അവരുടെ രാജ്യത്ത് അവർ ടാക്സ് അടക്കേണ്ടതുണ്ട്, അതും അവർക്കുണ്ടാക്കുന്ന ബേർഡൻ ഇരട്ടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവിടെ അടക്കുന്ന ടാക്സ് ആ രാജ്യത്ത് സെറ്റ് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഗുണകരമായ കാര്യമാണ്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ നഷ്ടം വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ മാർക്കറ്റ്
വിട്ടുപോകുന്നത്. സമീർ അറോറ പറയുന്നത് ഇത്തരത്തിലുള്ള ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇളവ് ചെയ്തുകൊണ്ടും അതേപോലെ IPOകളിലും OFSകളിലുമൊക്കെ ഹൈ കോട്ട അനുവദിച്ചുകൊണ്ട് ഡിസ്കൗണ്ട് റേറ്റുകളിൽ ഷെയറുകൾ അനുവദിക്കാനുള്ള നടപടികളും അതേപോലെ KYC നോംസ് അതിൽ ചില ഇളവുകളും അതുപോലെ ITR ഫയലിങ്ങിൽ ഇളവുകളും ഒക്കെ നൽകിക്കഴിഞ്ഞാൽ ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അവർ ഇന്ത്യയിലുള്ള അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ തോതിൽ വർദ്ധിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ നമുക്ക് കാണാൻ കഴിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം നീക്കങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷമാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വർദ്ധിപ്പിച്ചത്. അത് 20% ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. 15% ആയിരുന്നു മുമ്പുണ്ടായിരുന്നത്. അതുപോലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 10 നിന്നും 12.5% ഉയർത്തിയതും കഴിഞ്ഞ വർഷത്തെ ബജറ്റിലായിരുന്നു. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ മാത്രമല്ല ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ മാർക്കറ്റിൽ നിന്ന് അകറ്റി നിർത്തുന്ന രീതിയിലുള്ള സമീപനമാണ് നമുക്ക് ഈ ടാക്സ് സ്ട്രക്ചറിൽ കാണാൻ കഴിയുന്നത്. ഇതുകൂടാതെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് മാത്രമല്ല, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്ന മറ്റൊരു ടാക്സും കൂടിയുണ്ട്. അപ്പോൾ അവിടെ ശരിക്ക് ഡബിൾ ടാക്സ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ അകന്നു പോകുമ്പോൾ നമ്മുടെ മാർക്കറ്റിനെ പിടിച്ചു നിർത്തേണ്ടത് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സുമാണ്. അപ്പോൾ അതിന് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ പോപ്പുലേഷൻ്റെ 3% മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അത് 59.9%. അപ്പോൾ അവിടെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. അപ്പോൾ അവിടെ ഒരു 6% സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ ഡബിളായിട്ട് ഉയർത്താൻ ഗവൺമെൻറ് വലിയ തോതിലുള്ള ഇൻസെൻറ്റീവ്സുകൾ കൊടുത്തുകൊണ്ട് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു ക്രാഷിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ഇന്ത്യൻ മാർക്കറ്റിനെ കാത്തു നിൽക്കുന്നത് ഏപ്രിൽ 2-നുള്ള റെസിപ്രോക്കൽ താരിഫാണ്. അപ്പോൾ ട്രംപ് ഏർപ്പെടുത്താൻ പോകുന്ന ഈ റെസിപ്രോക്കൽ താരിഫ് അത് ഏത് രീതിയിലാണ് ഇന്ത്യൻ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് അവിടെ കൺട്രി ലെവലിലായിട്ടാണ് അവർ ഈ ഒരു താരിഫ് കൊണ്ടുവരുന്നതെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ വലിയ നഷ്ടമായിരിക്കും നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്നത്. ഏപ്രിൽ 2 എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഇവൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാർക്കറ്റിന് അത് എത്രമാത്രം ഹാനികരമായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വാല്യുവേഷൻ വളരെ അട്രാക്റ്റീവായ ധാരാളം സ്റ്റോക്കുകൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. ഇപ്പോൾ ഒരു സ്റ്റോക്ക് അതിൻ്റെ മാർക്കറ്റ് മൂല്യം യുക്തിസഹമാണോ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വാല്യൂ യഥാർത്ഥത്തിൽ ഇപ്പോൾ വാങ്ങാൻ പറ്റുന്ന ഒരു വിലയാണോ, അല്ലെങ്കിൽ അത് ഫെയർലി പ്രൈസ്ഡ് ആണോ എന്നൊക്കെ നമുക്ക് അറിയാൻ അതിന് നമ്മൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റേഷ്യോ ആണ് PE റേഷ്യോ. ഒരു സ്റ്റോക്കിൻ്റെ PE ഏത് ലെവലിലാണ് വാങ്ങാൻ അനുയോജ്യമെന്നത് എല്ലാ സ്റ്റോക്കുകൾക്കും ഒരേപോലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 15% PE റേഷ്യോ നല്ല PE റേഷ്യോ ആണ്, അല്ലെങ്കിൽ 30% നല്ല PE റേഷ്യോ ആണ്. അങ്ങനെ നമുക്ക് PE റേഷ്യോ കണക്കൂട്ടാനാവില്ല. കാരണം പല സെക്ടറുകളുടെയും പ്രത്യേകത കൊണ്ട് പല സെക്ടറുകളിലും PE റേഷ്യോ വളരെ ഹൈ ആകാറുണ്ട്. അതുപോലെ ചില സെക്ടറിൻ്റെ പ്രത്യേകത കൊണ്ട് PE റേഷ്യോ വളരെ താഴ്ന്നും നിൽക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന കാര്യമാണ് അതിൻ്റെ മീഡിയം PEയും അതുപോലെ സെക്ടർ PEയും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളത്. മറ്റൊരു കാര്യം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്, നമുക്കറിയാം കോവിഡിന് ശേഷം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വമ്പിച്ചൊരു ബുൾ റാലിയാണ് ഉണ്ടായത്. ആ റാലിയുടെ ഭാഗമായിട്ട് പല സ്റ്റോക്കുകളുടെയും PE റേഷ്യോ സ്കൈ റോക്കറ്റ് പോലെ മുന്നോട്ട് കുതിച്ചിരുന്നു. അപ്പോൾ കോവിഡ് ക്രാഷ് നടന്നത് 2020 മാർച്ചിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നീണ്ട 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. സ്റ്റോക്കിൻ്റെ പ്രൈസ് പക്ഷേ ഉയർന്നിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ PE താഴോട്ടേക്ക് പോയിട്ടുണ്ടാവും. കാരണം PE റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ ആണ്. അപ്പോൾ ആ കോവിഡിന് ശേഷമുള്ള ആ ഒരു കാലഘട്ടത്തിൽ ആ ബുൾ മാർക്കറ്റിൽ ഏർണിങ്സ് കുറവായിരുന്നു, പക്ഷേ പ്രൈസ് ഹൈ ആയിരുന്നു. എന്നാൽ ഇന്ന് ഏർണിങ്സ് കൂടുതലാണെങ്കിലും പ്രൈസ് കുറവാണ്. അതുകൊണ്ട് തന്നെ PE റേഷ്യോ വളരെയധികം താഴ്ന്ന് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ 2020 മാർച്ച് 6-ാം തീയതിയുള്ള PEയും 2025 മാർച്ച് 3-ാം തീയതിയുള്ള PEയും നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പല സ്റ്റോക്കുകളിലും അതിൻ്റെ PE റേഷ്യോ അതിൻ്റെ താഴോട്ടേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിലുള്ള ചില സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് നെസ്ലെ ഇന്ത്യ എന്ന് പറയുന്ന FMCG സ്റ്റോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 2020 അതിൻ്റെ PE റേഷ്യോ മാർച്ച് മാസം ഉണ്ടായിരുന്നത് 80.5 ഇപ്പോൾ നമ്മൾ കാണുന്നത് ഏകദേശം 65 എന്നുള്ള ലെവലിലാണ്. അതുപോലെ ഏഷ്യൻ പെയിൻറ്റ്സ് എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനിയുടെ PE റേഷ്യോ 2020 മാർച്ചിൽ 66 അതിപ്പോൾ 47 വന്നതായിട്ട് കാണാം. അതുപോലെ BPCL എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ അതിൻ്റെ 2020 മാർച്ചിലെ PE റേഷ്യോ 11.2 ആയിരുന്നു. അതിപ്പോൾ 2025 മാർച്ചിൽ 7.5 ആയിട്ട് താഴ്ന്നതായിട്ട് കാണാം. അതുപോലെ ടാറ്റയുടെ ഒരു പ്രസ്റ്റീജിയർ റീറ്റെയിൽ സ്റ്റോക്ക് ആയിട്ടുള്ള ട്രെൻഡ് ലിമിറ്റഡിൻ്റെ 2020 ആ ഒരു മാർച്ചിലെ PE റേഷ്യോ എന്ന് പറയുന്നത് 244 എന്നുള്ള ലെവലിലായിരുന്നു. അതിപ്പോൾ കുറഞ്ഞിട്ട് 2025
199 വന്നതായിട്ട് കാണാം. അതുപോലെ അവന്യൂ സൂപ്പർ മാർട്ട്സ് എന്ന് പറയുന്ന രാധാകൃഷ്ണൻ ദമാനിയുടെ ആ ഒരു പ്രധാനപ്പെട്ട റീറ്റെയിൽ ചെയിനിൻ്റെ പി റേഷ്യോ 114 എന്ന ലെവലിലായിരുന്നു. അതിപ്പോൾ 82 താഴത്തേക്ക് വന്നത് കാണാം. അതേപോലെ കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ പി ഇ റേഷ്യോ 2020 42 എന്ന ലെവലിലായിരുന്നു. അതിപ്പോൾ 19 എന്ന ലെവലിലേക്ക് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ HDFC ബാങ്കിൻ്റെത് 23 ആയിരുന്നു. അതിപ്പോൾ 18 വന്നതായിട്ട് കാണാം. അതുപോലെ ICICI ബാങ്കിൻ്റെ 33 എന്ന ലെവലിലായിരുന്നു പ്രീ കോവിഡ് കാലഘട്ടത്തിലുള്ള പി, അതിപ്പോൾ 17 എന്ന ലെവലിലേക്ക് വന്നതായിട്ട് കാണാം. അതുപോലെ ആക്സിസ് ബാങ്കിൻ്റേത് 36 എന്ന പിയിലായിരുന്നു. അതിപ്പോൾ 11.1 എന്നുള്ള ലെവലിലേക്ക് വന്ന് കാണാം. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടേത് 19.6 ആയിരുന്നു. അതിപ്പോൾ 8.05 ആയത് കാണാം. അപ്പോൾ ഇവിടെ പരാമർശിച്ചിട്ടുള്ള ഈ ഒരു സ്റ്റോക്കുകളൊക്കെ ലാർജ് ക്യാപ്പ്, അതായത് 1 ലക്ഷം കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കുകളാണ്. ഇതല്ലാതെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ധാരാളം സ്റ്റോക്കുകൾ നമുക്ക് ഇതേപോലെ പ്രീ കോവിഡ് ലെവലിലേക്ക് അതിൻ്റെ പി പോയതായിട്ട് കാണാം. ഉദാഹരണത്തിന് പഞ്ചാബ് നാഷണൽ ബാങ്ക്, IRCTC, ഏഞ്ചൽ വൺ, വേദാന്ത് ഫാഷൻസ്, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, ബർജർ പെയിൻറ്റ്സ്, സോണ BLW പ്രസിഷൻ ഫോർജിങ്സ്, PI ഇൻഡസ്ട്രീസ്, ഇൻഡസ് ടവേഴ്സ്, മോത്തിലാൽ ഓസ്വാൾ ഫൈനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, കാനറ ബാങ്ക് പോലെയുള്ള ധാരാളം സ്റ്റോക്കുകൾ നമുക്ക് ഈ രീതിയിൽ അതിൻ്റെ പ്രീ കോവിഡ് ലെവലിലേക്ക് വന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൻ്റെ ബോട്ടം ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ മാർക്കറ്റ് അതിൻ്റെ ബോട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇത്തരം ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള ശക്തമായ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ അതിൻ്റെ അട്രാക്റ്റീവ് വാല്യുവേഷനിൽ നിൽക്കുന്ന സമയത്ത് സിപ്പ് മോഡലിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് ഇനി ഭാവിയിൽ ഒരു ബുൾ മാർക്കറ്റ് വരുമ്പോൾ വലിയ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ അത് സഹായിച്ചേക്കും. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.